ഒരു ക്വീൻ നേടാൻ ശ്രമിച്ച ബ്ലാക്ക് ഏതാനും നീക്കങ്ങൾക്കുള്ളിൽ തന്നെ ചെക്ക്മേറ്റിൽ കുടുങ്ങുന്നു. ഇറ്റാലിയൻ ഗെയിമിലെ ഏറ്റവും അപകടകരമായ ട്രാപ്പുകളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓരോ നീക്കത്തിന്റെയും പിന്നിലെ തന്ത്രം നമുക്ക് മനസ്സിലാക്കാം. വൈറ്റ് E2-വിൽ നിന്ന് E4-ലേക്ക് പാവനെ നീക്കി മധ്യഭാഗം നിയന്ത്രിക്കാനും പീസുകൾ വികസിപ്പിക്കാനുമുള്ള തുടക്കം കുറിക്കുന്നു. അതിനു മറുപടിയായി ബ്ലാക്ക് E7-ൽ നിന്ന് E5-ലേക്ക് പാവനെ നീക്കി മധ്യഭാഗത്ത് തുല്യ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. വൈറ്റ് G1-ൽ നിന്ന് F3-ലേക്ക് കുതിരയെ വികസിപ്പിച്ച് E5-ലെ പാവന് നേരെ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ബ്ലാക്ക് B8-ൽ നിന്ന് C6-ലേക്ക് കുതിരയെ വികസിപ്പിക്കുന്നു. E5-ലെ പാവനെ സംരക്ഷിക്കുന്നതിനൊപ്പം മധ്യഭാഗത്തെ നിയന്ത്രണവും ശക്തമാക്കുന്നു. വൈറ്റ് B1-ൽ നിന്ന് C3-ലേക്ക് രണ്ടാമത്തെ കുതിരയെയും വികസിപ്പിക്കുന്നു. ഇതോടെ വൈറ്റിന്റെ എല്ലാ പീസുകളും ആക്രമണത്തിന് തയ്യാറാകുകയാണ്. ബ്ലാക്ക് D7-ൽ നിന്ന് D6-ലേക്ക് പാവനെ നീക്കി E5 പാവനെ കൂടുതൽ ഉറപ്പിക്കുകയും ബിഷപ്പിന് വികസിക്കാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുന്നു. വൈറ്റ് F1-ൽ നിന്ന് C4-ലേക്ക് ബിഷപ്പിനെ വികസിപ്പിക്കുന്നു. ഈ ബിഷപ്പ് നേരിട്ട് F7 എന്ന ദുർബല ചതുരത്തെ ലക്ഷ്യമിടുകയാണ്. ബ്ലാക്ക് C8-ൽ നിന്ന് G4-ലേക്ക് ബിഷപ്പിനെ വികസിപ്പിച്ച് F3-ലെ കുതിരയെ പിൻ ചെയ്യുന്നു. കുതിര നീങ്ങിയാൽ പിന്നിലെ ക്വീന് അപകടമുണ്ടാകുമെന്നാണ് ബ്ലാക്കിന്റെ കണക്ക്. എന്നാൽ വൈറ്റ് പിൻ അവഗണിച്ചുകൊണ്ട് കുതിരയെ E5-ലേക്ക് നീക്കി പാവനെ പിടിക്കുന്നു. ഇതൊരു സാധാരണ നീക്കമല്ല, കൃത്യമായി കണക്കുകൂട്ടിയ ഒരു തന്ത്രമാണ്. അവസരം മുതലെടുത്ത് ബ്ലാക്ക് ബിഷപ്പിനെ D1-ലേക്ക് നീക്കി വൈറ്റിന്റെ ക്വീനെ പിടിക്കുന്നു. ഈ നിമിഷത്തിൽ ബ്ലാക്ക് ഒരു വലിയ നേട്ടം നേടിയതായി തോന്നാം. പക്ഷേ ക്വീൻ സ്വന്തമാക്കിയ സന്തോഷത്തിൽ വൈറ്റിന്റെ മറഞ്ഞിരിക്കുന്ന ആക്രമണം ബ്ലാക്ക് കാണാതെ പോകുന്നു. വൈറ്റ് ഉടൻ തന്നെ C4-ൽ നിന്ന് F7-ലേക്ക് ബിഷപ്പിനെ നീക്കി പാവനെ പിടിക്കുകയും കിങ്ങിന് ചെക്ക് നൽകുകയും ചെയ്യുന്നു. ഈ നീക്കത്തിലൂടെ ബ്ലാക്കിന്റെ കിങ്ങിനെ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കുകയാണ് വൈറ്റിന്റെ ലക്ഷ്യം. ചെക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്ലാക്കിന്റെ കിങ് E7-ലേക്ക് നീങ്ങുന്നു. എന്നാൽ ഇപ്പോൾ കിങ് വളരെ അപകടകരമായ സ്ഥാനത്താണ്. ഒടുവിൽ വൈറ്റ് C3-ൽ നിന്ന് D5-ലേക്ക് കുതിരയെ ചാടിക്കുന്നു. ഇതൊരു മനോഹരമായ ചെക്ക്മേറ്റാണ്. കിങ്ങിന് രക്ഷപ്പെടാൻ ഒരു ചതുരം പോലുമില്ല. ഇറ്റാലിയൻ ഗെയിമിലെ ഏറ്റവും പ്രശസ്തമായ ട്രാപ്പുകളിൽ ഒന്നിന്റെ മനോഹരമായ സമാപനം. ഇനിയും ഇത്തരം രസകരമായ ചെസ് ട്രാപ്പുകളും തന്ത്രങ്ങളും കാണാൻ ചെക്ക്മേറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.